ഹലോ, അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കണല്ലോ എല്ലാവരും. പിന്നെ ഞാൻ ഇപ്പം ഇന്ന് വന്നിട്ടുള്ള എന്താണെന്നറിയോ? നമ്മുടെ കയ്യിൽ ജെംസ് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജെംസിൻ്റെ ബീഡ്സ് കിട്ടുമോ, അതുപോലെ തന്നെ ജെംസിൻ്റെ മാല ഒരുപാട് പേര് ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ വീണ്ടും ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് ജെംസിൻ്റെത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 3, 4, 5 കളറോളം ജെംസിൻ്റെ ബീഡ്സുകൾ ബാലൻസ് വന്നിട്ടുണ്ട്. അതായത് ഷോപ്പിലേക്ക് ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ നമുക്ക് കുറച്ച് ബാലൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറേ പേര് നമ്മളോട് ഇങ്ങനെ മെസ്സേജായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു കിറ്റായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ കിറ്റിൽ നമ്മൾ പാക്ക് ചെയ്തിട്ട് വെക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ പാക്കിംഗ് മെഷീന് കംപ്ലൈൻ്റായി എന്നൊക്കെ പറയുന്നത്. കംപ്ലൈൻ്റായി. ചില നേരത്ത് അങ്ങനെയൊക്കെ ഓരോന്ന് വരും. കംപ്ലൈൻ്റായി. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് പാക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ എനിക്ക് പറ്റണില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നമുക്കൊരു മാല ഉണ്ടാക്കാൻ ജെംസിലെ ബീഡ്സ് വരുന്നത് 21 ബീഡ്സാണ് വരുന്നത്. അപ്പോൾ ഞാൻ 21 ബീഡ്സ് വെച്ചിട്ട്, അതായത് വൈറ്റ് ആണെങ്കിൽ 21 ബീഡ്സ് വെച്ചിട്ട് 3 മാല ഉണ്ടാക്കാനുള്ള ഒരു പാക്കറ്റിൻ്റെ കാര്യമാണ് പറയണത്. 23 ബീഡ്സ് വെച്ചിട്ട് 21 ബീഡ്സ് വെച്ചിട്ട് 3 മാല ഉണ്ടാക്കാനുള്ള ജെംസിൽ നിന്ന്, അതായത് വൈറ്റ് ആണെങ്കിൽ വൈറ്റിൽ നിന്ന് 3 മാല ഉണ്ടാക്കാനുള്ള ജെംസും, അതുപോലെ തന്നെ പിങ്ക് ആണെങ്കിൽ പിങ്കിൽ നിന്ന് 3 മാല ഉണ്ടാക്കാനുള്ള ജെംസും, അതായത് ഓറഞ്ച് ആണെങ്കിൽ ഓറഞ്ചിൽ നിന്ന് 3 മാല ഉണ്ടാക്കാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഇനി ബ്ലൂ ഉണ്ട്. അതുപോലെ ബ്ലൂ കൂടെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനത് ബ്ലൂ കുറച്ചാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലുള്ളത് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതായത് വൈറ്റ് എടുത്തിട്ടുണ്ട്, പിങ്ക് എടുത്തിട്ടുണ്ട്, ഓറഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കൂടാണ്ട് ഇത് നമുക്ക് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാൻ നമുക്ക് 20 അല്ലെങ്കിൽ 21 മണിയാണ് നമുക്ക് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പാക്കറ്റ് ആണെങ്കിൽ എനിക്ക് നിങ്ങളോട് പാക്കറ്റാണ് ഇത്ര ഗ്രാം ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ആ പേപ്പർ മെഷീൻ നാശമായതുകൊണ്ട് നമുക്ക് ഇനി അത് ശരിയാക്കിയിട്ട് വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറയണത്. അപ്പോൾ ഈ ഒരു മാല ഉണ്ടാക്കാൻ, അതായത് ജെംസിൻ്റെ ഈ ഒരു മാല ഉണ്ടാക്കാൻ 21 ബീഡ്സാണ് നമുക്ക് ജെംസ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വൈറ്റ് ഈ ബീഡ്സ് വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് 18 എണ്ണം, ഈ ഒരു ഭാഗത്ത് 18 എണ്ണം. പിന്നെ നമ്മൾ ഇടയിൽ ഓരോ പീസ് കൊടുത്തിട്ടുള്ള, അപ്പം അതിനുള്ള ഈ ഒരു ബീഡ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ 3 എണ്ണത്തിൽ നിന്നുള്ളത് 3 എണ്ണത്തിൽ നിന്ന്, അപ്പം 3, 6, 9 എണ്ണം. അപ്പോൾ 9 പിരി, അതായത് 10 പിരി അങ്ങനെ വെച്ചിട്ട്, പിന്നെ മാല കോർത്തിടാൻ വേണ്ടിയിട്ടുള്ള ടാഗും, അതുപോലെ ഇങ്ങനത്തെ ടാഗാണെങ്കിൽ ഇങ്ങനത്തെ ടാഗ്, മറ്റേ ടാഗ് നമ്മുടെ കയ്യിൽ നിന്ന് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ബീഡ്സ് കണ്ടതിൻ്റെ ഇടയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ബീഡ്സ്, ഇങ്ങനെയാണ് നമ്മളൊരു കിറ്റ് ആക്കി വെച്ചിട്ടുള്ളത്. പിന്നെ വയലറ്റിലും ഉണ്ട് കേട്ടോ. വയലറ്റിൽ നിന്ന് ചിലപ്പം ഇതേപോലെ 3 മാലക്കുള്ളത് ഉണ്ടാവും. അതുപോലെ തന്നെ പച്ചയിൽ നിന്നും അങ്ങനെ 3 മാലക്കുള്ളത് ഉണ്ടാവും. അതായത് 5 തരം. വൈറ്റിൽ നിന്ന് 3 മാലക്കുള്ളത്, പിങ്കിൽ നിന്ന് 3 മാലക്കുള്ളത്, ഓറഞ്ചിൽ നിന്ന് 3 മാലക്കുള്ളത്, അതുപോലെ വയലറ്റിൽ നിന്ന് 3 മാലക്കുള്ളത്, പച്ചയിൽ നിന്ന് 3 മാലക്കുള്ളത്. അപ്പോൾ 3, 6, 9, 10, 11, 12, 13, 14, 15 മാല ഉണ്ടാക്കാനുള്ള ബീഡ്സിൻ്റെ ഒരു കിറ്റായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, 3 മാല എന്ന് പറയുമ്പോൾ എത്ര ഗ്രാം വരും എന്നുള്ളത് ഉണ്ടാവും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ആ 3 മാലക്കുള്ളത് 21 ബീഡ്സ് വെച്ചിട്ട് 3 മാല ഉണ്ടാക്കാനാകുമ്പോൾ എത്ര ഗ്രാം ഉള്ളത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ട, അപ്പം ഇത്രയാണ് നമുക്കൊരു 3 മാലക്കുള്ള ജെംസിൻ്റെ ബീഡ്സ് ആവശ്യമായിട്ട് വരുന്നത്. അതായത് 21 വെച്ചിട്ട് 21 × 3, 21 വെച്ചിട്ട് 3 മാലക്കുള്ള ജെംസിൻ്റെ ബീഡ്സാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൈപ്പിടിയാണ് ഉണ്ടാവുക.
അപ്പോൾ നിങ്ങൾ 21 വെച്ചിട്ട് കൂട്ടി നോക്കുമ്പോൾ ഏകദേശം എത്ര ഉണ്ട് എന്നുള്ളത് നോക്കുക. ഇനി ഞാനിത് എത്ര ഗ്രാം ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് തൂക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ പിന്നെ ആ 1 ഗ്രാമല്ലേ നമുക്കും വെക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഇപ്പം ഇത് 0 ബാലൻസിലാണ് നിൽക്കുന്നത് കേട്ടോ. ഇനി നമുക്കിത് ഇവിടെ കൊട്ടി കൊടുത്തിട്ട് അതായത് 38 ഗ്രാം. അതായത് 38 ഗ്രാം എന്ന് പറയുമ്പോൾ നമ്മളത് 40 ഗ്രാം ആക്കിയിട്ട് വെക്കും. അത്രയാണ് നമുക്ക് ഈ ഒരു 3 മാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. 40 ഗ്രാം. 40 ഗ്രാമാണ് നമുക്ക് ഒരു ജംസിൻ്റെ ബീഡ്സ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പം അങ്ങനെയാണ് നമുക്ക് എത്ര കളറാണ് ഉള്ളത് വെച്ചെങ്കിൽ അതിൽ നിന്നൊക്കെ നമ്മൾ 40 ഗ്രാം വെച്ചിട്ടാണ് 40 ഗ്രാം വെച്ചിട്ട് 5 കളറുണ്ട്. 5 കളറിൽ നിന്ന് ഉണ്ടാവും. അതുപോലെ 3, 6, 9, 10, 11, 12, 13, 14, 15, 16, 18 മാലയോളം നമുക്ക് കിട്ടും. ആ 18 മാലയിൽ നിന്ന് 18 മാലക്കുള്ള പിരി നമ്മൾ വെച്ച് തരും. അതിനുള്ള ക്രിസ്റ്റലല്ല, വേറൊരു വൈറ്റ് ബീഡ് മാലയുടെ ഇടയിലൊക്കെ കൊടുക്കുന്നതാണ്, അതും നമ്മൾ വെച്ച് തരും. അപ്പം ഇതിൻ്റെ റേറ്റ് എന്താണെന്നുള്ളത് ഇപ്പോൾ പറയാം. അപ്പോൾ നമുക്ക് 15 മാല ഉണ്ടാക്കാനുള്ള ബീഡ്സിൻ്റെ കിറ്റാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കിറ്റിൻ്റെ റേറ്റ് അറിയണ്ടേ? അപ്പോൾ നമ്മൾ ഇതിൻ്റെ റേറ്റ് ഇട്ടിട്ടുള്ളത് 350 രൂപയാണ് റേറ്റ് വരുന്നത്. ഷിപ്പിംഗ് എക്സ്ട്രാ വരും. അപ്പോൾ ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഹോൾസെയിലായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് മാലായിട്ട് 1-2 കസ്റ്റമർ എടുത്തിട്ടുള്ളത്, അവർക്ക് ഞാൻ കൊടുത്തിട്ടുള്ളത് 15 രൂപ റേറ്റിനും 18 രൂപ റേറ്റിനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അവരെന്തായാലും ഷോപ്പുകൾ ചിലപ്പോൾ ഒരു 25-30 രൂപ ഒക്കെ വെച്ച് കൊടുത്താലും കടക്കാരതൊരു 50 രൂപ 40 രൂപ വെച്ചിട്ടാണ് ഷോപ്പിൽ നിന്ന് ആളുകൾ കൊടുക്കുന്നത്. എനിക്കറിയാതെ ഞങ്ങൾ ഷോപ്പിലൊക്കെ പോയി ചോദിച്ചപ്പോൾ 50 രൂപ ഒക്കെ ഉണ്ടാവും ഒരു മാലക്ക്. അപ്പം ഏകദേശം ഒരു 30 രൂപ വെച്ചിട്ട് കൊടുത്താലും അല്ലെങ്കിൽ ഒരു 35 രൂപ വെച്ചിട്ട് കൊടുത്താലും നിങ്ങൾക്ക് ലാഭം തന്നെയാണ് ഉണ്ടാവുക. അപ്പം എന്ത് ചെയ്യുക, ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വീഡിയോ കണ്ട ഉടനെ തന്നെ മെസ്സേജ് അയക്കുക. കാരണം കുറച്ച് സ്റ്റോക്കാണ് ഉള്ളത്. അപ്പം അത് വെച്ചിട്ട് ഞാനൊരു കിറ്റ് തയ്യാറാക്കിയതാണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും, അതുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. ഡീറ്റെയിൽസ് ഒന്നും ചോദിക്കാൻ നിൽക്കുന്ന ഡീറ്റെയിൽസൊക്കെ നമ്മൾ വീഡിയോസിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് എല്ലാവരും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.